എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മല്ലൂസ് ജംഗ്ഷൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കുവൈറ്റ് MOHലേക്ക് ഒരുപാട് നേഴ്സിംഗ് റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ നാട്ടിൽ നിന്നൊക്കെ അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ നമുക്ക് മെസ്സേജും മെയിലൊക്കെ അയച്ചിട്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കുകയുണ്ടായി, എന്താണ് ഈ ലോക്കം കോൺട്രാക്ട് പീരീഡ് എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ ലോക്കം കോൺട്രാക്ട് പീരീഡ് എന്താണെന്ന് അറിയാനും ആ സമയത്ത് നമുക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടെന്നൊക്കെ അറിയാനായിട്ട് ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരെ എത്തിക്കാനായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ നേരെ വീഡിയോയിലേക്ക് പോകാം അല്ലേ. ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ ഇല്ലേ, അതൊന്ന് എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ കേട്ടോ. 2014 ശേഷം കുവൈറ്റിലേക്ക് ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന ഒരു സമയമാണ് ഈ 2024. അത് ലോക്കലി ആണെങ്കിലും നാട്ടിൽ നിന്നാണെങ്കിലും ഒരുപാട് ആൾക്കാരെ ഇപ്പോൾ കുവൈറ്റ് ഗവൺമെൻറ്റിലൊക്കെ ഹയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ആൾക്കാർക്ക് ലോക്കം കോൺട്രാക്റ്റ് എന്നുള്ള പേരിൽ ഒരു മെയിലും കാര്യങ്ങളൊക്കെ കിട്ടുകയുണ്ടായി. അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മൾ ആ മെയിൽ കിട്ടിയതിന് ശേഷം നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്തു. അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് അറിയണം എന്ന താല്പര്യം അവർ പ്രകടിപ്പിച്ചു. അതിൻ്റെ ഒരു ബേസിലാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇപ്പോൾ ഇവിടെ ചെയ്യാനായിട്ട് കാരണം. അപ്പോൾ ഈ ലോക്കം കോൺട്രാക്റ്റ് എന്താണെന്നും അല്ലെങ്കിൽ ഈ പീരീഡിൽ നമുക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങൾ നമ്മുടെ മിനിസ്ട്രി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നും അല്ലെങ്കിൽ താമസ സൗകര്യം പോലുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുമോ, അതോ ഈ ലോക്കം കോൺട്രാക്ട് പീരീഡിൽ മാത്രമേ നമുക്കുള്ളൂ, അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന ഒരു സാലറി, അതായത് കുവൈറ്റ് ലോക്കം കോൺട്രാക്ട് പീരീഡിൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു സാലറി ഉണ്ട്, ആ സാലറിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ കുവൈറ്റിലെ MOHലേക്ക് അപ്ലൈ ചെയ്തിട്ട് നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ കുവൈറ്റ് MOHലേക്ക് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഒരു മെയിലും കാര്യങ്ങളൊക്കെ കിട്ടി നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങൾ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ കുവൈറ്റ് ഗവൺമെൻറ്റിലോട്ടൊക്കെ വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, കുവൈറ്റ് പോലുള്ള രാജ്യത്തോട്ടൊക്കെ വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ കൂട്ടുകാരൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ നല്ല ഒരു സുവർണ അവസരത്തെ അവരിലും കൂടെ എത്തിച്ചു കൊടുക്കാനായിട്ട് നിങ്ങളൊന്ന് ശ്രമിക്കുക. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2014 ശേഷം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് നല്ല രീതിയിലുള്ള റിക്രൂട്ട്മെൻറ്റാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതും തികച്ചും സൗജന്യമായിട്ട് നമുക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പത്തെ കാലങ്ങളിലൊക്കെ നമ്മൾ ഈ പറഞ്ഞ കുവൈറ്റിലേക്ക് ഒരുപാട് നേഴ്സുമാരുടെ റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം വന്നിരിക്കുന്നത് 10-25 ലക്ഷം രൂപയൊക്കെ കൊടുത്ത് ജോലിക്ക് കയറിയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലുമായിട്ടുള്ളത്. അപ്പോൾ ഈ പ്രാവശ്യം നടക്കുന്ന ഈ റിക്രൂട്ട്മെൻറ്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ തികച്ചും സൗജന്യമാണ്. ഒരു ഇടനിലക്കാരും നമ്മുടെ ഇടയിലില്ല. അത് നമ്മളെ പോലുള്ള നേഴ്സുമാർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സന്തോഷകരമായ വാർത്ത തന്നെയാണ്. അപ്പോൾ നമ്മൾ കാരണം മറ്റുള്ളവർക്ക് ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് വളരെ ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ, ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണുന്ന നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ലോക്കം കോൺട്രാക്റ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു മെയിലിലെ, അതായത് 3 മാസത്തെ ഒരു കോൺട്രാക്ട് പീരീഡാണ്, ഒരു ഷോർട്ട് ടൈം കോൺട്രാക്ട് പീരീഡാണ് ഈ പറഞ്ഞ ലോക്കം കോൺട്രാക്ട് പീരീഡ് എന്ന് പറയുന്നത്. ഇതൊരു 3 മാസത്തേക്ക് മാത്രമായിട്ടുള്ളൊരു പീരീഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ സെലക്റ്റഡ് ആയി കഴിഞ്ഞാൽ, നിങ്ങളുടെ ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെയിൽ കിട്ടുന്നത്. നിങ്ങൾ ഇൻ്റർവ്യൂ പാസ്സായി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെയിലായിരിക്കത്തില്ല. ലോക്കം കോൺട്രാക്റ്റിലേക്ക് നിങ്ങളെ സെലക്ട് ചെയ്തിരിക്കുന്നു, നിങ്ങളുടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ പാസ്പോർട്ടിൻ്റെ കോപ്പി അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുള്ള ഒരു മെയിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു മെയിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി അയച്ചു കൊടുക്കുക. അപ്പോൾ ആ പീരീഡിലേക്ക്, ലോക്കം കോൺട്രാക്ട് പീരീഡിലേക്ക് നിങ്ങൾക്ക് ഒരു 3 മാസത്തെ ഷോർട്ട് ടൈം പീരീഡ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ സമയത്തേക്ക് നിങ്ങൾക്കൊരു സാലറി അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ GNM ആണെങ്കിൽ 505 KD ആണ്, അല്ലെങ്കിൽ BSc ആണെങ്കിൽ ഒരു 600 സംതിങ് സാലറി അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സാലറിയിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് അനുസരിച്ച്, നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് ആ സാലറിയിൽ ചെറിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പിന്നെ താമസ സൗകര്യം നിങ്ങൾക്ക് കിട്ടുമോ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. താമസ സൗകര്യം ഈ വരുന്ന പീരീഡിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും താമസ സൗകര്യം ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുന്ന ആ സമയത്ത് നിങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ മിനിസ്ട്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഹോസ്റ്റൽ സൗകര്യം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് 3 മാസത്തേക്ക്. പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ഇവിടെ വന്നതിന് ശേഷം എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആനുകൂല്യങ്ങൾക്ക് പുറമെ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്നറിയാനായിട്ട് താല്പര്യമുള്ളവരുണ്ടാവും. തീർച്ചയായിട്ടും ഇവിടെ വന്നതിന് ശേഷം നിങ്ങളുടെ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ അതാണ് സാലറിയിൽ വരുന്ന മാറ്റം എന്ന് പറയാനായിട്ട് കാരണം. അപ്പോൾ സാലറിയിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് നിങ്ങൾ ചെയ്യുന്ന മേഖല അനുസരിച്ച് നിങ്ങൾക്ക് സാലറിയിലൊക്കെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തെ, ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഈ ഓപ്പർച്യൂണിറ്റി ഇതുവരെ മറ്റുള്ളവരിൽ എത്തിയിട്ടില്ലെങ്കിൽ, അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എങ്ങനെയാണ് ഈ ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നതൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇനിയും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആ ലിങ്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല നല്ല വീഡിയോസ് ഇനിയും ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ ലോക്കം കോൺട്രാക്ട് പീരീഡിലെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ഇനിയും നമ്മുടെ ചാനലിൽ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ലോക്കം കോൺട്രാക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് റിപ്ലൈയും കാര്യങ്ങളും കൊടുക്കുക. അതിനുശേഷം വിസയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ അറ്റസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മിനിസ്ട്രി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കുവൈറ്റ് പോലുള്ളൊരു രാജ്യത്തേക്ക് നല്ലൊരു ശമ്പളത്തിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരത്തെ നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റുള്ളവരിൽ കൊണ്ട് എത്തിക്കാനായിട്ട് ഷെയറും കൂടെ ചെയ്തു കൊടുക്കാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഗുഡ് ബൈ. കുവൈറ്റിലെ പ്രൈവറ്റ് ക്ലിനിക്കിൽ ജോലി ചെയ്യുന്ന നിങ്ങൾക്ക് ഇവിടെ പ്രൊമോട്ടറി നിർബന്ധമാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ അടങ്ങുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനൽ വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കണേ.